മറ്റു വാർത്തകളിലേക്ക് വന്നാൽ മുനമ്പം ഭൂമി വിഷയത്തിലെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിന് എന്ത് അധികാരമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. വ്യവസ്ഥ പ്രകാരമാണോ നിയമനമെന്നും കോടതിയുടെ ചോദ്യം. ഭൂമി വിഷയം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലെന്ന് സർക്കാരിന്റെ മറുപടി. ബുധനാഴ്ച മറുപടി നൽകാൻ സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അഹമ്മദ് മുജ്തബ, ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇന്നെടുത്തൊരു സ്റ്റാൻഡ് എന്താണ്? എന്തു മറുപടിയായിരിക്കും സർക്കാർ നൽകാൻ പോകുന്നത്? വഖഫ് സംരക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോടൊരു വിശദീകരണം കോടതി ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ നേരത്തെ തന്നെ കോടതികൾ കണ്ടെത്തിയതാണ് ഈ വഖഫ് ഭൂമിയാണ് എന്നുള്ളത്. അതിലിങ്ങനെ ഒരു അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഏത് അധികാര പരിധി പ്രകാരമാണ് അങ്ങനെ കമ്മീഷനെ വെച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം. കാര്യം നിലവിൽ തന്നെ ഇപ്പോൾ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്ന ഈ വഖഫ് സംരക്ഷണ വേദി ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു ഹർജി എന്ന് പറയുന്നത് ഈ വഖഫ് വിഷയം കേന്ദ്ര വിഷയമാണ്. അതിന് സംസ്ഥാന സർക്കാരിന് ആ വിഷയം പരിശോധിക്കാൻ ഒരു കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ നിയമപരമായി കഴിയില്ല എന്നതുൾപ്പെടെയുള്ള പ്രയറുകൾ ഉന്നയിച്ചുകൊണ്ടാണ്, അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിലുള്ള ഹർജി. അതുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയം ഇന്നലെ ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് ഇത് പരിഗണിച്ചിരുന്നെങ്കിലും അദ്ദേഹം അതിൽ നിന്ന് ഒഴിവായി. ഇന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഈ വിഷയം പരിഗണിക്കുന്നത്. അദ്ദേഹം കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഏതൊക്കെ അധികാര പരിധി ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നത്, ഏത് അധികാര പരിധിയിലാണെന്നുള്ളൊരു കാര്യം സർക്കാർ വിശദീകരിക്കണം. ഒപ്പം തന്നെ ഇത് ഒരു 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 മനസ്സുരുത്തി ആണോ, അല്ലെങ്കിൽ അങ്ങനെ ഈ വിഷയം ആത്മാർത്ഥമായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മനസ്സിരുത്തിയാണോ ഈ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നതെന്നും കോടതി ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭൂമി വിഷയം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിലാണെന്നാണ് കോടതിയിൽ പ്രഥമ ദൃഷ്ട്യാ അല്ലെങ്കിൽ പ്രാഥമികമായി സർക്കാർ ഒരു വിശദീകരണം നൽകി. അതായത് 3 ലിസ്റ്റുകളുണ്ട്, സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും കൺകറന്റ് ലിസ്റ്റും. ഈ 3 ലിസ്റ്റുകളിൽ സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് ഈ ലാൻഡുമായി ബന്ധപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് പരിശോധിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാം എന്നുള്ളൊരു നിലപാടാണ് ഇന്ന് പ്രാഥമികമായി സർക്കാർ കോടതിയെ അറിയിച്ചത്. പക്ഷെ അപ്പോൾ പോലും ഈ വിഷയത്തിൽ ഏതൊക്കെ അധികാര പരിധിയിൽ ഉപയോഗിച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ മുനമ്പം വിഷയത്തിൽ വെച്ചത് എന്നൊരു കാര്യം സംസ്ഥാന സർക്കാർ വിശദമായി തന്നെ കോടതിയെ അറിയിക്കണം. അതുകൊണ്ട് ഈ വിഷയം അത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണോ, കേന്ദ്ര ലിസ്റ്റിലാണോ, സംസ്ഥാനത്തിന്റെ ലിസ്റ്റിലാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഏതൊക്കെ പരിധികൾ ഉപയോഗിച്ചാണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സംസ്ഥാന സർക്കാർ ബുധനാഴ്ച കോടതിയിൽ റിപ്പോർട്ട് നൽകണം. അതിനുശേഷം ബുധനാഴ്ച വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഹർജിയിൽ ഒരു അന്തിമ തീരുമാനമാവുക. സൈഫുദ്ദീൻ, ഇതിനകത്ത് മുനമ്പത്തൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ നിയമപരമായ എത്രത്തോളം ഗ്രൗണ്ട് സർക്കാർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു സംശയം ഉയർന്നതാണ്. അത് ഒരു ആയുധമാക്കിക്കൊണ്ടാണ് വഖഫ് സംരക്ഷണ വേദി ഒരു ഹർജി നൽകിയതും. അപ്പോൾ പ്രാഥമികമായി ഈ വഖഫ് സംരക്ഷണ വേദിയുടെ നിയമ പോരാട്ടം പ്രാഥമികമായി വിജയിച്ചു എന്നുള്ളൊരു തോന്നൽ കോടതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സർക്കാർ മുമ്പാകെ ഉയർത്തിയതിൽ ഉണ്ടോ? ഒരുപക്ഷെ അവരുടെ ഹർജി നിലനിൽക്കുന്നതാണെന്ന്, അല്ലെങ്കിൽ അങ്ങനെ കോടതി അത് ഫയലിൽ സ്വീകരിച്ച് ആ വിഷയത്തിൽ വാദം കേൾക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെ. പ്രത്യേകിച്ച് നേരത്തെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അവിടെ റവന്യൂ പിരിക്കാൻ ഒരു തീരുമാനം, അല്ലെങ്കിൽ റവന്യൂ സ്വീകരിക്കാൻ ഒരു തീരുമാനം വെക്കുമ്പോൾ പോലും അതിനെയും കോടതിയിൽ ചലഞ്ച് ചെയ്താണ് ഇപ്പോൾ ഈ ഹർജി നൽകിയിരിക്കുന്ന വഖഫ് സംരക്ഷണ സമിതി അതിനൊരു സ്റ്റേ വാങ്ങിച്ചത്. അങ്ങനെയാണ് അത് ഭൂമി വഖഫ് ഭൂമി തന്നെയാണെന്നുള്ള ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും വരുന്നത്. അങ്ങനെയാണ് അവിടുത്തെ മറ്റു വിഷയങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതിനുശേഷവും ഇങ്ങനെ ഈ വിഷയം വലിയ തർക്കമായി വരികയും മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നു. അപ്പോൾ പോലും പല സംഘടനകളുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വിവിധ കോണുകളിൽ നിന്ന് നേരത്തെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു വഖഫ് ഭൂമിയാണെന്ന് നിരവധി കോടതികളും അതോടൊപ്പം തന്നെ നേരത്തെ സംസ്ഥാന സർക്കാരും ഒക്കെ അല്ലെങ്കിൽ നിസാർ കമ്മീഷനും ഒക്കെ നിലപാടെടുത്ത രീതിയിൽ അങ്ങനെ ഉണ്ടായിരിക്കെ പിന്നീട് അത് പരിശോധിക്കാൻ എന്ന പേരിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം തന്നെ അത് സാധുതയില്ലാത്തതാണ്. അത് അധികാര പരിധി മറികടന്നുകൊണ്ട്, പ്രത്യേകിച്ച് കേന്ദ്ര വിഷയമൊക്കെയാണ് വഖഫ് ഉൾപ്പെടെയുള്ള ലിസ്റ്റുകൾ വരുന്നത് കേന്ദ്രത്തിന്റെ പരിധിയിലാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ലിസ്റ്റിലാണ്. അത്തരം വിഷയങ്ങൾ പരിശോധിക്കാൻ ഇങ്ങനെ സംസ്ഥാന സർക്കാരിനോട് ജുഡീഷ്യൽ കമ്മീഷൻ വെക്കാൻ കഴിയുമെന്നതുൾപ്പെടെ നേരത്തെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന വിഷയമാണ്. അത് ഇന്ന് കോടതി അതേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഏതൊക്കെ അധികാര പരിധിയാണെന്ന് വിശദീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് പറയുമ്പോൾ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആംഗിൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതാം. കാര്യം ഒരു പ്രാഥമികമായി ഇവർ ഉന്നയിച്ച വാദങ്ങൾ കോടതിയും അത് മുഖവിലക്കെടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രസക്തമാണ്. അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാർ ഏതൊക്കെ തരത്തിൽ ഒരു ഭൂമി വിഷയം മാത്രമായിട്ടാണോ ഇതിനെ കാണുന്നത് എന്ന് ഇന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാര്യം ഭൂവിഷയം പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ പെടുന്ന 18ാം വകുപ്പ് പ്രകാരം അത് കഴിയും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു ഭൂമി വിഷയം മാത്രമായിട്ട് പരിശോധിക്കാനാണോ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം എന്ന് സർക്കാർ കോടതിയിൽ അറിയിച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വഖഫ് വിഷയത്തിന്റെ മെറിറ്റ് തന്നെ അത് മാറ്റിമറിക്കപ്പെടുമെന്നൊരു കാര്യത്തിൽ സംശയമില്ല.